ശ്രീ ജോർജ് പടിപ്പാറ, ഇവിടെ നമുക്കറിയാം ബി.ജെ.പിയുടെ വളർച്ച ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു പരിധിവരെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കുറച്ചുകൂടി നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് വളർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി.ജെ.പി മാറിയിട്ടുണ്ട്, സംശയമില്ല. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങി വരികയാണ് സംസ്ഥാനത്ത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം തയ്യാറെടുപ്പുകൾ ബി.ജെ.പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ബി.ജെ.പി ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 31 ജില്ലകളായി വിഭജിച്ചാണ് അവർ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേട്ടം ആഗ്രഹിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകളുണ്ട്. ഈ മുനമ്പം വിഷയത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ, നേരെ ശ്രീകുമാർ മനയിൽ പറഞ്ഞതുപോലെ ഈ കടമ്പകളൊക്കെ കടന്നു മാത്രമാണ് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കുക. അതിൽ സംശയമില്ല. അവിടെ ഒരു പക്ഷേ ബി.ജെ.പി കൂടുതൽ വോട്ട് പിടിക്കുകയും കൂടുതൽ സീറ്റ് പിടിക്കുകയും ചെയ്താൽ ഗുണം ചെയ്യുക ഉറപ്പായും അത് LDF-നായിരിക്കും. അവർക്ക് ചില ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള വോട്ടുകളും സീറ്റുകളും മറ്റുമുണ്ട് കൂടുതലായി, നമുക്കറിയാം. ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ അതിനൊത്ത നേതാവ് വേണം, ഈ സാമുദായിക സംഘടനകളുമായൊക്കെ ബന്ധമുള്ള ആളുകൾ വേണം, ഒപ്പം ലീഗിനെയും ഒപ്പം നിർത്തണം, ലീഗിന് സ്വീകാര്യനായ ഒരാൾ വേണം. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവായി രമേശ് ചെന്നിത്തല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇത് ഒന്നാമത് നമ്മൾ 1.5 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിക്കേണ്ടി വരുന്നത്. അതിലാരായിരിക്കണം കോൺഗ്രസിനെ നയിക്കേണ്ടത്? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിലെല്ലാം പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അത് വി.ഡി. സതീശനാണോ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യത പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്? അതല്ല, മുൻപ് പ്രതിപക്ഷ നേതാവ് ഇടക്കാലത്തൊന്നും മന്ദീഭവിച്ചതിന് ശേഷം തന്റെ പ്രസക്തി തെളിയിച്ചുകൊണ്ട് സാമുദായിക സംഘടനകളായ NSSനെയും SNDPയെയും ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിനെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി സതീശൻ ഉയർത്തുന്ന രീതിയിലേക്ക് എമർജ് ചെയ്യുന്ന രമേശ് ചെന്നിത്തലയും നമ്മൾ കാണും. ഇവിടെ ശ്രീകുമാർ മനയിൽ പറഞ്ഞ പല കാര്യങ്ങളോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനേക്കാൾ കോൺഗ്രസിനെയും UDFനെയും ഭരിക്കേണ്ട വികാരം, അവരെ നയിക്കേണ്ട വികാരം യഥാർത്ഥത്തിൽ ഇതിൽ ഭൂരിപക്ഷം നേടുക എന്നതാണ്. അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു സെമിഫൈനൽ പോരാട്ടമാണ് പഞ്ചായത്ത് ഇലക്ഷൻ. ഇപ്പൊ തൽക്കാലം ആ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു മേധാവിത്വം, സാധാരണ ഇതിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരിക്കലും UDFന് LDFനേക്കാൾ കൂടുതൽ മേധാവിത്വം കിട്ടാറില്ല. കഴിഞ്ഞ തവണയൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ ഏതാണ്ട് ഒരു ഒപ്പത്തിനൊപ്പമെങ്കിലും എത്തുന്ന രീതിയിലേക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുള്ളൂ. ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് ഒരു 45 സീറ്റ്, മിനിമം ഒരു 42, 43, 45, 50 താഴെ 40നും 50നും ഇടയ്ക്ക് സീറ്റുകൾ സ്വന്തം പോക്കറ്റിൽ അല്ലെങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ ജയിച്ച് കയറി വന്നാൽ മാത്രമേ ലീഗിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൂടെ കൂട്ടി ഒരു അധികാരത്തിലേക്ക് എത്താൻ, ഒരു മാജിക്കൽ നമ്പർ 70ന് മുകളിലുള്ള 72ന് മുകളിലുള്ള ഒരു നമ്പറിലേക്ക് കോൺഗ്രസിന് എത്താൻ പറ്റുള്ളൂ. ആ നമ്പറിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസിൽ ഉണ്ടാവേണ്ട, UDFൽ ഉണ്ടാകേണ്ട വികാരവും വിചാരവും ചിന്ത എന്താണ്? അവർ ഒറ്റക്കെട്ടായി നിന്ന് കുറച്ചൊക്കെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. രാഷ്ട്രീയ സാഹചര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം പോവുക. ഇതിലിപ്പോ ആരും മോശക്കാരനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും മിടുക്കര് തന്നെയാണ്. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെന്നോ അതുപോലെ വി.ഡി. സതീശന് എന്തെങ്കിലും പോരായ്മയുണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും പരിണത പ്രജ്ഞരാണ്, അനുഭവ സമ്പന്നരാണ്. വി.ഡി. സതീശൻ കുറച്ചുകൂടെ ഡൈനാമിക് ആണ്, വൈബ്രന്റ് ആണ്. നേരെ മറിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് രമേശ് ചെന്നിത്തല. പ്രത്യേകിച്ച് സാമുദായിക സംഘടനകളുമായിട്ട് കുറെ കൂടി ഊഷ്മളമായ ബന്ധം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല പ്രവർത്തകരുമായിട്ട് അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവിധപ്പെട്ട ഒരു ഇടത്തരം വരെയുള്ള എല്ലാ നേതാക്കളെയും പേരെടുത്ത് വിളിക്കാനുള്ള ഒരു അടുപ്പവും പരിചയവും അദ്ദേഹത്തിനുണ്ട്. അത്രയും അനുഭവ സമ്പത്ത് ഇല്ലാത്തതുകൊണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട്, നേതൃത്വ പദവിയിൽ പൊതുവെ അദ്ദേഹത്തിന്റെ കാലപരിധി കുറവായതുകൊണ്ട് വി.ഡി. സതീശന്റെ ഒരു പാൻ കേരള പ്രതിച്ഛായ ഒരല്പം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ മറികടക്കുന്ന പ്രകടന മികവ് നിയമസഭയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ രണ്ട് നേതാക്കളും ഒരുമിച്ച് ആരോഗ്യകരമായ ഒരു മത്സരം നടത്തി അകന്നു നിൽക്കുന്ന സാമുദായിക സംഘടനകളെയും സാമുദായിക വോട്ടുകളെയും കോൺഗ്രസിലേക്കും UDFിലേക്കും അടുപ്പിക്കാൻ സാധിച്ചാൽ അത് കോൺഗ്രസിന് മുതൽക്കൂട്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുമുന്നണി അധികാരത്തിൽ വന്നത് വളരെ ഭംഗിയായ അല്ലെങ്കിൽ വളരെ സമർത്ഥമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ്. ഒരിക്കൽ പോലും അവരോട് ചേരില്ല എന്ന് കരുതിയ കേരള കോൺഗ്രസ് എമ്മിനെയും അവരോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളെയും അടക്കം തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അവരൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ മിടുക്കായിരുന്നു.
അത്തരം അകന്നുപോയ വിഭാഗങ്ങളെ അടുപ്പിക്കാൻ. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. വി.ഡി. സതീശൻ കുറെ കൂടി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സ്വീകാരനാണ്. ഒട്ടേറെ യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു, മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുന്നു. രമേശ് ചെന്നിത്തലയാവട്ടെ NSSന്റെ മന്നം ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാകുന്നു. ഇപ്പൊ ഇതാ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹമാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് പറയുന്നത്. അപ്പൊ സാമുദായിക സംഘടനകൾക്ക് പൊതു സ്വീകാരനാണ് എന്ന് കരുതി മുസ്ലിം ലീഗിന് ഞാൻ വിചാരിക്കുന്നത് വി.ഡി. സതീശൻ നിഷിദ്ധനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യമായ എതിർപ്പുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇവർ രണ്ടു കൂട്ടരും മത്സരിക്കുന്നത് ആരോഗ്യകരമായി ആണ് മത്സരമെങ്കിൽ അധിക്ഷേപങ്ങളില്ലാതെ മറ്റ് ഈ മത്സരം ആരോഗ്യകരമാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഉറപ്പായും കോൺഗ്രസ് പാർട്ടി ഗുണം ചെയ്യും. അത് അങ്ങനെയാണോ എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അതാണ് ഈ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ കഴിയൂ എന്ന് അവർ തോന്നണം, അവർക്ക് മനസ്സിലാവണം. രണ്ടുപേരും അനുഭവ സമ്പത്തുള്ളവരാണ്. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണോ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണോ എന്നുള്ളതല്ല, മറിച്ച് അവരാഗ്രഹിക്കുന്നതും അവർ സ്വപ്നം കാണുന്നതും അവർ അത് പ്രവർത്തിക്കുന്നതും എല്ലാം കോൺഗ്രസും UDF-ഉം അധികാരത്തിൽ വരണം, ഒരു ചേഞ്ച് വേണം, പിണറായി ഭരണത്തിന് അല്ലെങ്കിൽ ഈ 2 തവണ ആവർത്തിച്ച് ഈ ഭരണത്തിന് ഒരു മാറ്റം വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് ഇതിൽ ഏത് നേതാവാണെങ്കിലും ഏത് നേതാവ് മുഖ്യമന്ത്രി ആയാലും അവർ ഒരുപക്ഷെ സഹിച്ചെന്നൊക്കെ വരും. ചിലപ്പോൾ ചിലർക്ക് ഇത്തിരി ഇഷ്ടക്കുറവുണ്ടാവും, ചിലർക്ക് ഇത്തിരി ഇഷ്ടക്കൂടുതലുണ്ടാവും. പക്ഷെ ഈ 2 നേതാക്കളും അവർക്ക് അത്ര അന്യരൊന്നുമല്ല. ഈ 2 നേതാക്കളെയും അവർക്ക് അവരുടേതായ വിലയുണ്ട്. ഇവർ ആരാണ് മിടുക്കൻ എന്നുള്ളത് ആത്യന്തികമായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അതുവരെ ഇവർ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഈ മത്സരിക്കട്ടെ. ഒരു റേസിൽ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും യോഗ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹത്തെ നമുക്ക് അവഗണിക്കേണ്ട കാര്യമില്ല, അതിന്റെ കാര്യവുമില്ല. പക്ഷെ പ്രധാനം ഭരണത്തിലെത്തുക, ഭൂരിപക്ഷം നേടുക എന്നതാണെന്നുള്ള തിരിച്ചറിവിൽ പരസ്പരം ഫൗളുകൾ ചെയ്യാതെ, വെട്ടിവീഴ്ത്താതെ, കുതികാൽ വെട്ടാതെ ആരോഗ്യകരമായിട്ട് മാന്യമായൊരു അവരുടെ അനുഭവ സമ്പത്തിന്റെയും അവരുടെ ആ ഒരു രാഷ്ട്രീയ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി ഇരുവരും പരസ്പരം ഉൾക്കൊണ്ടും അംഗീകരിച്ചും ഒരു മുന്നോട്ട് പോയി പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചാൽ അതിനുശേഷം നിയമസഭാ കക്ഷിയും അതുപോലെ തന്നെ ഹൈക്കമാൻഡും ചേർന്ന് ആരായിരിക്കണം കേരളത്തെ നയിക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ അത് പാർട്ടിക്ക് വളരെ അഭികാമ്യമായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്. തീർച്ചയായും സജീവൻ, ഇവിടെ നമുക്കറിയാം ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് എങ്കിൽ